ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദാ ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ ഗൈസ്. ഇതെന്താ സംഭവം? ഇതെന്തോ ഒരു ബണ്ണാണ് കേട്ടോ. ഇറ്റ്സ് ഫിൽഡ് വിത്ത് സംതിങ്. എനിക്കൊന്ന് നോൺ വെജ് ആണോ എന്നൊരു സംശയമുണ്ട്. സോ അതുണ്ട്. പിന്നെ കുഞ്ഞൻ്റെ അമ്മണിയുടെയൊക്കെ ഫേവറേറ്റ് ഇതാണ്ടാ എന്താ ഇന്ന് പറഞ്ഞ കുർക്കുറേ മിക്സ്ചർ. പിന്നെ അതേമാതിരി മിക്സ്ചറുണ്ട്. ദെൻ യു ഹാവ് ലഡു. ദെൻ നെക്സ്റ്റ് എന്താണ് ഗൈസ്? ഇതെന്താ സംഭവം? ഇതൊരു പുതിയ തരം സംഭവം. എനിക്ക് വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. സോ ഇതെന്തോ ഒരു ഫില്ലിംഗ് ഒക്കെ ഉള്ളൊരു സംഭവമാണ്. ലെറ്റ്സ് സീ ഇതെന്താണെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ സ്നാക്സ്. ആൻഡ് ദെൻ യു ഹാവ് വൺ മോർ. ദാറ്റ് ഇത് നമ്മുടെ മേച്ചേരി എന്നാണ്. മേച്ചേരി നമ്മൾ ഇവിടെ വന്ന സമയത്ത് അവിടെ നമ്മുടെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത്. വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സാരി ഗൈസ്. അടിപൊളി, എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട്, നല്ല കോമ്പിനേഷൻ. യെല്ലോ, അതായത് ഒരു മാങ്ങേൻ്റെ കളറും പ്ലസ് ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. ആൻഡ് ദെൻ യു ഹാവ് അനദർ സാരി. ഇതെന്താ? ഇതൊന്ന് വലിച്ചു അയച്ചിട്ടാ. അയ്യോ, കവർ മാത്രം വലിക്കുക. വാവ്, ഇറ്റ്സ് എ പിങ്ക് കളർ, റാണി പിങ്ക് കളറിൽ ഒരു സാരിയാണ്. വെരി ബ്യൂട്ടിഫുൾ, നല്ല ടസൽസൊക്കെ ഉള്ള, വെരി നൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സരിത ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സാരി ആൻഡ് ഓൾ ദ ഈറ്റബിൾസ്. ഒത്തിരി ഇഷ്ടമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ എന്താണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിനകത്ത് കുറച്ച് തേങ്ങ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് മീ ട്രൈ ദിസ്. ശർക്കരയാണോ? ടേസ്റ്റ് ചെയ്തോളാം. അപ്പോൾ ഗൈസ്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് ദി യെല്ലോ കളർ. അതിനകത്ത് തേങ്ങയൊക്കെയാണ് ഫില്ലിങ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. നന്നായിട്ടുണ്ട്. ലവ് ഇറ്റ്. നമ്മുടെ ഗോതമ്പ് ദോശയില്ലേ, ഗോതമ്പ് ദോശയ്ക്കകത്ത് പക്ഷെ എനിക്കത് ഗോതമ്പല്ല, മൈദ കൊണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് ഈ തേങ്ങയും പഞ്ചസാരയൊക്കെ ആയിട്ട് ഒരു ഫില്ലിങ്സാണ്. വെരി യമ്മി. വെരി ടേസ്റ്റി. താങ്ക് യു സോ മച്ച് സരിത. ഐ ലവ് ഇറ്റ്. എപ്പോഴും വെറൈറ്റി സാധനങ്ങളാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എപ്പോഴും സരിത കൊണ്ടുപോയി ഇങ്ങനെ നമ്മളൊരിക്കലും എന്താ പറയുക, എക്സ്പെക്റ്റ് ചെയ്യാത്ത സംഭവങ്ങളൊക്കെയാണ്. നൈസ്, താങ്ക് യു. വേറൊരു സാധനം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. അത് ഇറ്റ്സ് എന്താ പറയുക, വെജാണോ നോൺ വെജ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് നോക്കട്ടെ. സോ നെക്സ്റ്റ് വൺ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാം. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്. ഒരു ബണ്ണിനകത്ത് എന്തോ ഫില്ലിങ്സ് ആണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്തൊരാൾ പോയി, അതുകൊണ്ടാണ് ഞാൻ മറച്ച് പിടിച്ചത്. ഇത് വെജാണോ കുഞ്ഞാ? ചിക്കനാണ്. വെയിറ്റ്, ആ സ്ഥലത്തേക്ക് എത്തുന്നില്ല ഗൈസ്. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തേരെ. സോ ഗൈസ്, എനിക്കത് കിട്ടി കേട്ടോ. ഇറ്റ് ഇസ് ചിക്കൻ. സോ ഗൈസ്, ഐ ആം ബാക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളൊരു ലൈവാണ് കണ്ടതല്ലേ. അതായത് നമ്മൾ ആ ഒരു ബണ്ണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ പല്ലെൻ്റെ കയ്യിൽ വരുന്നതാണ് നിങ്ങൾ കണ്ടത്. ഗൈസ്, ട്രസ്റ്റ് മീ, ഞാനിതൊരു എത്ര മാസം കൊണ്ട് ആക്ച്വലി എൻ്റെ ഈ പല്ലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഐ യൂസ് ടു ഡു സെൽഫ് ഹീൽ. ഞാൻ സെൽഫ് ഹീൽ ചെയ്യും. അപ്പോൾ എങ്ങനെ ഒരു സ്വെല്ലിങ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് മാറി. നമുക്ക് അങ്ങനെ ഒരു വേദന ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ആടാൻ തുടങ്ങിയപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഷുഡ് ഐ ഗോ കൺസൾട്ട് എ ഡോക്ടർ? അപ്പോൾ ഞാൻ എപ്പോഴും എനിക്കപ്പോൾ ഇൻറ്റേർണലി എൻ്റെ സബ് കോൺഷ്യസിന് വരുന്ന ആൻസർ നോ. അപ്പോൾ സിങ് ഓക്കെ, ഇറ്റ് ക്യാൻ ബി, ഇത് തന്നെ ഹീൽ ആയിക്കോളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ മാസങ്ങളോളം ആ പല്ല് ഞാൻ എൻ്റെ കുറേ വർഷങ്ങളായിട്ട് എനിക്കിങ്ങനെ ഇവിടെ ഒരു റൂട്ട് കനാലൊക്കെ ചെയ്ത പല്ലായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാറ്. അപ്പം റൈറ്റ് ഇസ് റെയർ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ഈ പല്ലിൻ്റെ ആട്ടമൊക്കെ വന്നപ്പോൾ ഞാൻ ശരി ഡോക്ടറെ കണ്ട് ഇങ്ങനെ ഹീൽ ചെയ്ത് ഇവിടെ നമ്മൾ 2 ടൈംസ് ബ്രഷ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ സഡൻലി
ഇപ്പം നിങ്ങൾ ലൈവ് കണ്ടു, നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാതെ ഒക്കെ കയ്യിലേക്ക് പല്ല് വരികയാണ്. ആൻഡ് ട്രസ്റ്റ് മീ, ഒരു വേദനയും ഒന്നും നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമുക്കറിയാം, ഇത് അനുഭവിച്ചവർക്കറിയാം ഒരു പല്ലുവേദനയുടെ വിഷമവും. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് അവർ അനസ്തേഷ്യ തരുന്നതും പിന്നെ അത് പറിക്കാനും പിന്നെ യു ഹാവ് ടു ഹാവ് ദി ആൻറ്റിബയോട്ടിക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ലേ. ഇതൊരു സംഭവമില്ലാതെ വളരെ കൂലായിട്ട് എൻ്റെ കയ്യിലേക്ക് ആ പല്ല് വരികയും ഇപ്പോഴും വേദനയൊന്നുമില്ലാതെ ഇത് ഒരു കുറേ നാളത്തെ ഒരു എന്താ പറയുക, ഞാൻ ഇത് എന്ത് ചെയ്യും എന്ന് വിഷമിച്ചിരുന്ന ഒരു സംഭവമാണ് ഗൈസ് ഇന്ന് നടന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു എന്താ പറയുക, ഇതിനൊരു എൻഡ് കൊടുക്കണം. അപ്പം ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ. പിന്നെ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ. ഇവിടുത്തെ